ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂമായ ഹർമൻ മോട്ടോഴ്സിലാണുള്ളത്. ഹർമൻ മോട്ടോഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂമായ എടപ്പള്ളി പത്തരപ്പാലം മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഈ ഷോറൂം വരുന്നത്. ഈ ഷോറൂം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ഷോറൂം ഒരു രക്ഷയില്ല. എലഗന്റ് ഡിസൈൻ ആണ് ഇതിന്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും നല്ല ഇത്ര ഒരു എലഗൻസ് അല്ലെ ഇത്രയും വലുപ്പത്തിൽ ഒരു ഷോറൂം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അതും പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂം ആണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത്രയൊരു അടിപൊളി ഒരു ഷോറൂമിൽ നിന്ന് അപ്പൊ വാഹനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അതും ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് തീർത്തും ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് നേരെ ഇനി അകത്തുള്ള ആ ഒരു എക്സോട്ടിക് ഐക്കൺസിനെയൊക്കെ നമുക്കൊന്ന് ഡയറക്റ്റ് പോയി ഒന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മുടെ ഐക്കണിക് കളക്ഷൻസ് ദേ ഇവിടെ കിടക്കുന്നത് കാണാം. ഒരു രക്ഷയില്ല. ഇതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഈ ഷോറൂമിൽ നമുക്ക് ഇത്രയും ഒരു വലിപ്പമുള്ള ഒരു ഷോറൂം ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് ഇവിടുത്തെ. നമുക്കിനി ഓരോന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ നമ്മുടെ വാൻകുഷ് ദേ ഇവിടെ കിടക്കുന്നത് കാണാം. അസ്റ്റൺ മാർട്ടിൻ വാൻകുഷ് V12 6 സിലിണ്ടർ എഞ്ചിനാണ് വെഹിക്കിളിന് വരുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നമ്മളെല്ലാവരും സൂപ്പർ കാർ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ആണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗ്രാൻഡ് ടൂറർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീക്കെൻഡ് ഡ്രൈവ് എടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഓൾ ഡേ കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. അതുകൊണ്ടാണ് ഈ ഗ്രാൻഡ് ടൂറർ എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത്. പിന്നെ പൊതുവെ മൊത്തത്തിൽ കോമൺലി എല്ലാവരും നമ്മളൊരു സൂപ്പർ കാർ എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അസ്റ്റൺ മാർട്ടിൻ വാൻകുഷ്. ഇതിൻ്റെ ഒരു വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകെ 3 എണ്ണമേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് ഈ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വെഹിക്കിളിന്റെ ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ റേസ് ചെയ്തുള്ള രീതിയിൽ, മേളിലോട്ട് റേസ് ചെയ്തുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഡോറൊക്കെ വരുന്നത്. ഇപ്പൊ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയർ നമുക്ക് കാണാം. യെസ്, ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൈതൺ സ്റ്റിച്ചിങ് ആണ്. അതാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ സ്പോട്ടി ആ ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിളിൽ വരുന്നത്. നമ്മുടെ ഒരു F1 കാറിനെ ഇൻസ്പയർ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സെൻട്രൽ കൺസോളൊക്കെ ആ ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. നമുക്ക് എന്താ പറയുക, വളരെ ഒരു പുതിയ വെഹിക്കിളിനകത്ത് കയറിയിരിക്കുന്ന ഫീലാണ്. ഫുള്ളി ആ ഒരു ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല, മിന്റ് കണ്ടീഷൻ തന്നെ എടുത്ത് പറയണം. ദേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹാൻഡ് ബിൽറ്റ് ഇൻ ഇംഗ്ലണ്ട് എന്ന് കാണാം വാൻകുഷ്. ഈ വെഹിക്കിളൊക്കെ നമുക്ക് വൺ മാൻ മെയ്ഡ് ആണ്. ഈ വെഹിക്കിളിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഇതാണ് നമ്മുടെ വെഹിക്കിളിന്റെ കീ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമേ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓൺ ആവും. പിന്നെ നമ്മൾ ബ്രേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി, നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൈക്കൊന്ന് എടുക്കാം. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ഒരു ശബ്ദമാണ്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അഡ്രിനാലിൻ ഫീൽ കിട്ടുന്നുണ്ടല്ലേ. അതാണ് സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ഗ്രാൻഡ് ടൂററിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ വാൻകുഷിന്റെ ഒരു പ്രൈസ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമ്മുടെ ഒരു കിലോമീറ്റർ കവർ ചെയ്തേക്കുന്നത് 27,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വെഹിക്കിള്. പിന്നെ ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2.65 crores ആണ് ആസ്കിംഗ് പ്രൈസ്. അതൊരു നല്ല ഒരു പ്രൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ ഒരു വെഹിക്കിളിന്റെ ഒരു ശരിക്കുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് 6 above ആണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു എമൗണ്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. യെസ്, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോകാം. യെസ്, അടുത്ത നമ്മുടെ നെമേറ 4 ആണ്. അതായത് ഒരു സ്പോർട്സ് സെഡാൻ എന്ന് പറയുന്ന ഒരു
കാറ്റഗറിയിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. 3 ലിറ്റർ V6 ആണ് വരുന്ന വെഹിക്കിളിന്റെ ഒരു എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു വെഹിക്കിളാണ്. 22,000 ആണ് കിലോമീറ്റർ കവർ ചെയ്തേക്കുന്നത്. 1.47 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവിടുത്തെ നമ്മൾ ഈ കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ എല്ലാ വെഹിക്കിളിന്റെ ഒന്നും പ്രൈസ് പറഞ്ഞാൽ, പിന്നെ ഞാൻ വളരെ ഐക്കോണിക് ആയിട്ടുള്ള 1-2 വെഹിക്കിൾസിന്റെ മാത്രമാണ് ഞാൻ പ്രൈസ് ജസ്റ്റ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പനമേറയുടെ ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, ഒരു രക്ഷയില്ല, ഭയങ്കര മിന്റ് കണ്ടീഷനാണ്. എനിക്ക് ഈ ഒരു ഷോറൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വെഹിക്കിളൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. ഇന്റീരിയർ ആണേലും എക്സ്റ്റീരിയർ ആണേലും നമുക്ക് എന്താ പറയുന്ന ഒരു സെക്കൻഡ് വെഹിക്കിൾ ആണെന്നല്ലൊരു യൂസ്ഡ് കാർ ആണെന്ന് നമുക്ക് ഒരു രീതിയിലും തോന്നാത്ത രീതിയിലാണ്. നിങ്ങൾ തന്നെ നോക്കുക, ഇന്റീരിയർ ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്ന ഒരു അത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ്, ഫുള്ളി ഡിജിറ്റൽ ആയിട്ട് വരുന്ന ക്ലസ്റ്റർ ആണ്. ഇതിൽ എക്സോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. നമ്മുടെ ഈ പനമേറയിൽ വേറൊരു വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 15 lakhs ഒരു നമ്മുടെ ഒരു എക്സോസ്റ്റ് സിസ്റ്റം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ വെഹിക്കിളിൽ അറിയസിന്റെ എക്സോസ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ എക്സോസ്റ്റിന്റെ ഒരു നോയ്സ് ആയിരിക്കും, എക്സോസ്റ്റ് നോട്ട് ആയിരിക്കും വെഹിക്കിളിന് വരുന്നത്. പിന്നെ നമുക്കത് റിമോട്ടിൽ ഓൺ ചെയ്യാം. അപ്പൊ അത് രണ്ടാമത് കേൾക്കുന്ന ഒരു നോയ്സ് ആയിരിക്കും ഞാൻ ആ പറഞ്ഞ ഒരു നമ്മുടെ അറിയസിന്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോക്ക് വരുന്ന ഒരു നോയ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ RS ഓൺ ആക്കിയിട്ടില്ല. ഇതിപ്പോ ഓൺ ആക്കുമ്പോൾ അടുത്ത വെഹിക്കിൾ എന്ന് പറയുന്നത് ആഡംബരത്തിന്റെ അവസാന വാക്കാന്ന് പറയുന്നത് നമ്മുടെ റോൾസ് റോയ്സ് ഗോസ്റ്റ് ആണ്. അപ്പം ഇതിന്റെ ഒരു നമ്മുടെ ഈ ഒരു എംബ്ലം അതിനെപ്പറ്റി പറയുവാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നാണ് പറയുന്നത്. ഇതിൽ വന്നിട്ട് ലീനിങ് ഏഞ്ചൽ എന്നാണ് നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു നമ്മുടെ ഈ ഒരു മാസ്കറ്റിന്റെ ഒരു മീനിങ്ങും അത് വരുന്നത്. പിന്നെ വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ഒരു ക്വാളിറ്റി ഒന്നും ഞാൻ എടുത്തു പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെഹിക്കിളിന് എല്ലാം അസാധ്യമായ മീൻ കണ്ടീഷൻ ആണെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പെയിന്റ് ക്വാളിറ്റി ആണെങ്കിലും ഒന്നും ഒരു രക്ഷയില്ല. ഒരു ന്യൂ വെഹിക്കിൾ കിടക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇന്റീരിയറിലേക്ക് ഒന്ന് നോക്കി പോവാം. റോൾസ് റോയ്സിന്റെ ഒരു എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുന്നത് നമുക്ക് V12 ആണ്. 6 ലിറ്റർ ആണ് വെഹിക്കിൾ വരുന്നത്. ഒരു രക്ഷയില്ല. ഇന്റീരിയർ ഒരു പുതിയ വെഹിക്കിളിൽ കയറിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു പാടോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഈ വെഹിക്കിളിൽ നമുക്ക് കാണാനില്ല. ആ കാര്യത്തിൽ ഹർമൻ മോട്ടോഴ്സിന് ഒരു ബിഗ് തംസപ്പ് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, വേണ്ട നമുക്ക് ക്ലസ്റ്ററൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ കൺട്രോൾ പാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫുള്ളി നീറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. 2.6 ആണ് ആസ്കിംഗ് പ്രൈസ്. അപ്പൊ അത്രയാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോകാം. ഓക്കെ, C300 കാബ്രിയോലെറ്റ് ആണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് 2018 മോഡലാണ്. അതും 8000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ഈ വെഹിക്കിള്. അതൊരു നല്ലൊരു ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 8000 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു കിലോമീറ്ററേ അല്ല. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ എന്താ പറയുന്നത്, ഭയങ്കര ഒരു പ്രീമിയം കണ്ടീഷനിൽ തന്നെയാണ് വെഹിക്കിൾ കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇതിന്റെ നിങ്ങൾക്ക് ഈ കൺവേർട്ടബിൾ അതാണല്ലോ ഇതിന്റെ മെയിൻ പ്രത്യേകത. അപ്പൊ അതൊന്ന് ഞാൻ കാണിക്കാം. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കാബ്രിയോലെറ്റിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കൺവേർട്ടബിൾ റൂഫാണ് വെഹിക്കിളിന് വരുന്നത്. ആ ഒരു കളറും നല്ല ഭംഗിയാണ് കാണാൻ, ആ ഒരു വൈറ്റിന്റെ കൂടെ തന്നെ. യെസ്, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വെഹിക്കിളിലോട്ട് പോവാം. യെസ്, അടുത്ത ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് GLE
53 AMG ലൈൻ വരുന്ന വെഹിക്കിളാണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത നോർമൽ GLE നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ GLE 53യുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ നമുക്ക് ആ ഒരു AMG ആ ഒരു സ്ലാറ്റഡ് ഗ്രിൽസ് വരുന്നുണ്ട്. ആ ഒരു ലോഗോ നോക്കി നമ്മുടെ 3 പോയിന്റഡ് സ്റ്റാർ ലോഗോ നോക്കിയാലും നല്ല വലുപ്പത്തിലുള്ള അതാണ് മെയിൻ പ്രത്യേകതകൾ. പിന്നെ കൂപ്പെ SUV ആണ് നമുക്ക് ഈ ഒരു GLA എന്ന് പറയുന്നത്. അപ്പോൾ ഈ GLEയുടെ വേറൊരു വലിയ പ്രത്യേകത നമുക്ക് ഒരു സ്പോർട്ടി നേച്ചറിലും നമുക്ക് നല്ല പൊളിച്ച് ഓടിക്കുകയും ചെയ്യാം അറ്റ് എ ടൈം. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഫോർമാറ്റിക് ആണ് വരുന്നത്. അപ്പോൾ 4 വീൽ ഡ്രൈവ് ആ ഒരു ഓപ്ഷനിലും നമുക്ക് വണ്ടി കൊണ്ടു നടക്കാം. ഒരു അടിപൊളി ഒരു വെഹിക്കിളാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു വെഹിക്കിളുകളിൽ ഒന്നാണിത്. കാരണം നമുക്ക് 2 പർപ്പസും മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു റൂഫ് ലൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൂപ്പെ SUV ആയതുകൊണ്ട് ആ ഒരു ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനും ഇതൊക്കെയാണ് ഈ വെഹിക്കിളിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗി എന്ന് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ GLE 53യുടെ ഇന്റീരിയർ ഒരു രക്ഷയില്ല. ബ്ലാക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടുള്ള ഒരു അട്രാക്ഷൻ പോയിന്റ് വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാ രീതിയിലും ഒരു സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിലാണ് അതിന്റെ സീറ്റ് നോക്കിയാലും ആ ഒരു ബ്ലാക്ക് ഇവിടെ AMGയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ആംബിയൻ ലൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പാനോറമിക് സൺറൂഫ് ആണ് വെഹിക്കിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2020 മോഡലാണ് വെഹിക്കിൾ വരുന്നത്. ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ നമുക്ക് ഇത് വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 45,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1.25 ആണ്. ഞാൻ എല്ലാ വെഹിക്കിളിന്റെയും പ്രൈസ് പറയാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രൈസ് അല്ല ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ഈ ഒരു ഹർമന്റെ ഇവിടുത്തെ ഒരു കളക്ഷനും ഈ വെഹിക്കിളിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയുമാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഇവിടെ നമ്മളിപ്പം ബാക്കിയുള്ള കളക്ഷനിലൂടെ നമ്മളിപ്പോൾ ഒരു വാക്ക് അറൗണ്ട് ആയിട്ട് ജസ്റ്റ് ഈ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇപ്പം സെലക്ട് ആയിട്ടുള്ള വെഹിക്കിൾസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഹർമൻ മോട്ടോഴ്സിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഷോറൂമിന്റെ ഒരു വൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടത്. ഈ ഷോറൂം വന്നിട്ട് ഓൾമോസ്റ്റ് 30,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഷോറൂം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വെഹിക്കിൾസ് നമുക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോ നമ്മുടെ കസ്റ്റമർ ലോഞ്ച് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. യെസ്, നല്ല പ്ലസന്റ് ആയിട്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ ഒരു പേപ്പർ വർക്ക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാനും ഒക്കെ നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള നല്ലൊരു ആഡ് കാണിക്കണമെന്ന് തോന്നി. ഓക്കെ, യെസ്. പിന്നെ ഓണമൊക്കെ വരുമല്ലേ, ഹർമൻ മോട്ടോഴ്സ് ഒരു സ്പെഷ്യൽ ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഓണമൊക്കെ ആയിട്ട്. അപ്പൊ ഈ ഓണത്തിന് വെഹിക്കിൾസ് എടുക്കുന്നത്, അതായത് ഇപ്പൊ ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 13 വരെ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നല്ല അടിപൊളി ഓഫേഴ്സ് ഹർമൻ മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നൊരു ലക്കി ഡ്രോയിലൂടെ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷൻ, ഇത് കൂടാതെ പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വെഹിക്കിളിന് 6 months വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓഫേഴ്സ് മിസ് ഔട്ട് ചെയ്യാതെ വെഹിക്കിൾ പ്ലാൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് വെഹിക്കിൾ ഈ ഒരു മന്തിൽ തന്നെ പ്ലാൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ഐക്കണിക് ആയിട്ടുള്ള മോഡൽസ് ആണ് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കളക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഒരുപാട് നമ്മൾ ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഫുൾ കളക്ഷൻ ആണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് 22 വെഹിക്കിൾസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ നമ്മൾ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷോറൂമിന്റെ ഒരു വലിപ്പം കൊണ്ട് തന്നെ ഇത്രയും വെഹിക്കിൾസ് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ ഒരു ഷോറൂമിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയും വെഹിക്കിൾസ് ഒരു ഷോറൂമിനകത്ത് പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്കപ്പം ഒരു കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഏതൊക്കെ വെഹിക്കിൾ വേണേലും
ടച്ച് ആൻഡ് ഫീൽ നമുക്ക് കയറി ഇരുന്ന് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഷോറൂമിന്റെ ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ്. ഇത് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് S-Class ആണ്. ഇത് വന്നിട്ട് നമുക്കൊരു 16-17 മോഡലാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത വെഹിക്കിളാണ് കിടക്കുന്നത്. GLE 53 ആണ് കിടക്കുന്നത്. പിന്നെ 520 കിടക്കുന്ന കാണാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിനി കൂപ്പർ S കിടക്കുന്ന കാണാം. നല്ലൊരു കളറാണ് കിടക്കുന്നത്, ഒരു ബ്ലൂ ഫിനിഷിൽ വരുന്ന ഒരു കളറാണ്. പിന്നെ E-Class വന്നേക്കുന്ന കാണാം. പിന്നെ നമുക്ക് GLC ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ CLA ഉണ്ട്. ഇതൊരു നമുക്കൊരു എൻട്രി ലെവൽ ഇപ്പോൾ ഒരു പ്രീമിയം കാർ വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പറ്റിയ ഒരു മോഡൽ കൂടിയാണ്. അത്യാവശ്യം നല്ലൊരു റീസണബിൾ പ്രൈസിലൊക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ ബൈ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു ബൈയും കൂടെ ആണത്. അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതിന്റെ ജാഗ്വറിന്റെ XF ഇവിടെ കിടപ്പുണ്ട്. XF നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇവിടുത്തെ വെഹിക്കിളിന്റെ എല്ലാ ക്വാളിറ്റി ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്നെ അത് ആകർഷിച്ച ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു യൂസ്ഡ് കാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും, അതൊരു സെക്കൻഡ് വണ്ടി അല്ലേ അങ്ങനെ ഒരു ചിന്ത. എനിക്ക് ഈ കിടക്കുന്ന വെഹിക്കിളിൽ എല്ലാത്തിലും കയറിയിട്ട് ഒരേ ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു പുതിയ കാറിലോട്ട് കയറുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അത് നിങ്ങളൊന്ന് ഒന്ന് വന്ന് ഈ ഒരു ഷോറൂമിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വോൾവോയുടെ നമുക്ക് XC90 ഇവിടെ കിടപ്പുണ്ട്. D5 വേരിയന്റ് ആണ്. ഫുള്ളി ഒരു നല്ല ഒരു ബ്ലാക്ക് കളറിലാണ് വെഹിക്കിൾ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു XC90 കിടപ്പുണ്ട്. അത് നല്ലൊരു അടിപൊളി ഒരു കളറാണ് കിടക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ Q8. കേരളത്തിൽ വളരെ കുറച്ച് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ ഈ ഒരു Q8. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള മറ്റൊരു വെഹിക്കിളാണ്. നല്ലൊരു SUV ആണ്. നമുക്കൊരു മൊത്തത്തിലൊരു പ്രോപ്പർ എല്ലാ തരത്തിലും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു SUV ആണ് Q8. പിന്നെ വന്നു കഴിഞ്ഞാൽ 6 സീരീസ് BMW 6 സീരീസ് ആണ് ഈ കിടക്കുന്നത്. പിന്നെ നമ്മുടെ GLS അതാണ് കിടക്കുന്നത്. ഇതൊരു 2019 മോഡലാണ്. നല്ലൊരു എന്താ പറയുന്ന ഒരു മസ്കുലിൻ ലുക്ക് തരുന്ന ഒരു വെഹിക്കിളാണ്. ഒരു 7 സീറ്റർ കോൺഫിഗറേഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. 2022 ലേറ്റസ്റ്റും കിടപ്പുണ്ട്. അത് 350D ആണ്. 22 വന്നപ്പോഴത്തേക്കും നമുക്ക് 400ലേക്ക് വന്നു. 22 ആണ് ഈ കിടക്കുന്നത്. വൈറ്റ് കളറ്, നല്ലൊരു പ്രസൻസ്, റോഡ് പ്രസൻസ് തരുന്ന ഒരു വെഹിക്കിളാണ് ഈ GLS എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. റോഡിലൂടെ ഒക്കെ പോകുമ്പം നല്ല ഒരു ഫീല് തരുന്ന ഒരു വെഹിക്കിളാണ്. വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജീവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു പ്രസൻസ് തരുന്ന ഒരു വെഹിക്കിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഒരു 2016 മോഡൽ ഒരു നമ്മുടെ 7 സീരീസ് ആണ് കിടക്കുന്നത്. 730 LD ആണ്. ഫിലിം ഇൻഡസ്ട്രിയിലും അല്ലാതെയും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെഹിക്കിളാണ് ഡിഫൻഡർ വന്നിട്ട് ഇത് നമുക്ക് 2 ലിറ്റർ SC ആണ് വന്നേക്കുന്നത്. ഭയങ്കര അടിപൊളി ഒരു കളറാണ് ഇത്. ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ വീഡിയോയിലെല്ലാം ഞാനതൊന്നും പറഞ്ഞില്ലെങ്കിലും പക്ഷെ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് പറഞ്ഞത്. ടയർ ക്വാളിറ്റി പോലും നമ്മൾ ശ്രദ്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടയറൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ആ ഒരു ഗ്രിപ്പിന്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈവൻ ഒരു പൊടി പോലും ഇല്ല. അത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് വണ്ടി എല്ലാം ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. മിനി കൺട്രിമാൻ ആണ് ഈ കിടക്കുന്നത്. 2023 മോഡലാണ്. നല്ല അടിപൊളി കളറാണ്. ഡ്യുവൽ ടോൺ, ഒരു വെറൈറ്റി കളറാണ്. അങ്ങനെ നമ്മൾ കോമൺലി കാണാത്ത ഒരു കളറാണ്. അപ്പൊ നമ്മുടെ അത്രയാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ. നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 22 വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ നമ്മുടെ ഷോറൂമിനുള്ളിൽ തന്നെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു കളക്ഷൻ, നല്ല എക്സോട്ടിക് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ്. അതിനകത്ത് നമ്മൾ ആ വെഹിക്കിളിന്റെ ഒക്കെ ജസ്റ്റ് സ്പെക്കും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പോയത്. പിന്നെ നമ്മൾ ഓവറോൾ കളക്ഷൻ വാക്ക് അറൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയാണ്. പ്രൈസ് പോയിന്റ് ഓരോന്ന് എടുത്ത് പറയാഞ്ഞെന്ന് പറഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വെഹിക്കിളിന്റെ അറിയാനായിട്ട് ഞാൻ ഇവിടുത്തെ നമ്പർ, നമ്മുടെ ഹർമൻ മോട്ടോഴ്സിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. പിന്നെ നമ്മൾ ഇത്രയും ഒരു വലിയ ഷോറൂമിൽ ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് ആ ഒരു ടച്ച് ആൻഡ് ഫീൽ വെഹിക്കിൾ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ അതുകൊണ്ടും കൂടാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു ഷോറൂമിന്റെ ഒരു എക്സ്പീരിയൻസും അതൊക്കെ നിങ്ങളൊന്ന് അറിയുക തന്നെ വേണം. അപ്പൊ ഈ ഷോറൂമിൽ വരിക, വന്ന ആ കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്.